ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ വെങ്കട് പ്രഭു സംവിധാനം ചെയ്ത ചിമ്പു നായകനായ മാനാട് സിനിമയുടെ ടൈം ലൂപ്പ് ഇതുവരെയായിട്ട് അവസാനിച്ചിട്ടില്ല. പുള്ളിക്കാരൻ സിനിമയുടെ രണ്ടാം ഭാഗത്തിലേക്കുള്ള ഒരുക്കത്തിലാണ്. വെങ്കട് പ്രഭു ഇനി സംവിധാനം ചെയ്യാൻ പോകുന്നത് ശിവകാർത്തികേയൻ നായകനായ പടമാണ്. അതിനുശേഷമായിരിക്കും പുള്ളിക്കാരൻ മാനാട് സിനിമയുടെ രണ്ടാം ഭാഗത്തിലേക്ക് കയറാൻ പോകുന്നത്. സത്യം പറഞ്ഞ സിനിമ കാണുന്ന സമയത്ത് എനിക്ക് തന്നെ വട്ടായി പോകും. എസ് സൂര്യ പറയുന്ന ഡയലോഗ് തന്നെ, വന്ത സുത്ത സത്ത റിപ്പീറ്റ്. ഞാൻ ആലോചിച്ചത് ഈ സിനിമ എഡിറ്റ് ചെയ്യുന്ന കാര്യമാണ്. പുള്ളി തന്നെ വട്ടായിപ്പോയിട്ടുണ്ടാകും. ഈ സീൻ ഇവിടെ വെക്കണം, ആ സീൻ എടുത്ത് എവിടെ വെക്കും പറഞ്ഞ്. അല്ല, പുള്ളിക്കാരന് ഓരോ ക്ലാരിറ്റി ഉണ്ടാകും, അത് വേറെ കാര്യം. എന്നാൽ ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ഏകദേശം ഒരു 5-7 വർഷം കഴിഞ്ഞിട്ടുണ്ടാവും നമ്മുടെ ദിലീപേട്ടൻ നായകനായ പറക്കും പപ്പൻ എന്ന് പറയുന്ന സിനിമയുടെ അനൗൺസ്മെൻറ്റ് കഴിഞ്ഞിട്ട്. ഒരു നാടൻ സൂപ്പർ ഹീറോ എന്ന ശൈലി ഇറങ്ങാൻ വേണ്ടി ഇരുന്ന ആദ്യത്തെ സൂപ്പർ ഹീറോ പടമായിരുന്നു. പിന്നെ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. സിനിമയിൽ നിന്നും ഒരു ചെറിയൊരു അപ്ഡേറ്റ് പുറത്ത് വന്നിട്ടുണ്ട്. നമ്മുടെ സിനിമ വീണ്ടും ഓണായെന്നും സിനിമയ്ക്ക് വേണ്ടി ഗാനങ്ങൾ ഒരുക്കുന്നത് അനിരുദ്ധായിരിക്കും എന്നും സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഗോകുലം സിനിമാസ് ആണെന്നും ഒരു അപ്ഡേറ്റ് പുറത്ത് വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ മലയാളത്തിലേക്കുള്ള ആദ്യത്തെ എൻട്രി ആയിരിക്കും അനിരുദ്ധിൻ്റേത്. എന്തരാവോ എന്തോ നടന്നാൽ മതിയായിരുന്നു. SSMP 29 നമ്മുടെ SS രാജമൗലി ഇനി സംവിധാനം ചെയ്യാൻ പോകുന്ന സിനിമയാണ് മഹേഷ് ബാബു നായകനായ SSMP 29. ഇത് ജസ്റ്റ് ഒരു താൽക്കാലിക നെയിം മാത്രമാണ്. സിനിമയിൽ നിന്നും ഒരു ചെറിയൊരു അപ്ഡേറ്റ് എല്ലാം പുറത്ത് വരുന്നുണ്ട്. സിനിമയ്ക്ക് ഏകദേശം ഒരു 3.5 മണിക്കൂറോളം സിനിമയ്ക്ക് ഡ്യൂറേഷൻ വരുമെന്നാണ് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇന്ത്യൻ സിനിമയിൽ ഏറ്റവും ഡ്യൂറേഷനുള്ള ഒരു സിനിമയായിട്ട് വരും SSMP 29. ഒരു ഫേക്ക് വാരണാസി, അതായത് വാരണാസിയുടെ ഒരു ഫേക്ക് സെറ്റ് വരെ ഈ സിനിമയ്ക്ക് വേണ്ടി അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്തിനി അവിടെ ചെന്ന് ഷൂട്ട് ചെയ്താൽ പോരെ, വെറുതെ എത്ര വരാൻ കാശ് കളയാൻ വേണ്ടി. 1000 കോടി ബഡ്ജറ്റിൽ ഇട്ടിരിക്കുന്നത് പോട്ടുപുല്ല് എന്ന് പറഞ്ഞിട്ടുണ്ടാകും. നമ്മുടെ ഒരു ട്രഷർ ഹണ്ട് ലെവലിലാണ് സിനിമ ഒരുക്കുന്നത്. ആഫ്രിക്കൻ വനാന്തരമാണ് മെയിൻ ലൊക്കേഷൻ എന്നാണ് പറയുന്നത്. നമ്മുടെ പൃഥ്വിരാജും സിനിമയിൽ ഒരു പ്രധാന വേഷം കൈകാര്യം ചെയ്യുന്നുണ്ട്. ഡയനസോറും പല ജീവികളും സിനിമയിൽ വരുന്നുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. ചിലപ്പോൾ ഈ വരുന്ന ഓഗസ്റ്റ് മാസം 14-ാം തീയതി ഇന്ത്യ കണ്ടത് വെച്ച് ഏറ്റവും വലിയ ഒരു ക്ലാഷ് റിലീസിനായിരിക്കും നമ്മളെല്ലാവരും കാണാൻ പോകുന്നത്. അതെ, നമ്മുടെ രജനീകാന്ത് നായകനായ കൂലി സിനിമയും ഹിന്ദിയിൽ നിന്നും ഹൃത്തിക് റോഷനും NTRും കേന്ദ്ര കഥാപാത്രങ്ങളെ എത്തുന്ന വാർ സിനിമയുടെ രണ്ടാം ഭാഗവും ഒരുമിച്ചെത്താൻ പോകാൻ സുഹൃത്തുക്കളെ. ഈ 2 സിനിമകൾ നോക്കുവാണെങ്കിൽ 2 സിനിമകളും അതാത് ഇൻഡസ്ട്രിയിലെ ടോപ്പ് സിനിമകളൊക്കെ തന്നെയാണ്. വാർ സിനിമ നോക്കുവാണെങ്കിൽ ചിലപ്പോൾ ഒരു ബോംബാവാൻ സാധ്യതയുണ്ട്, അതിൻ്റെ മേക്കിങ്ങും ഒരു ഗ്രാഫിക്സ് ലെവലൊക്കെ നോക്കുവാണെങ്കിൽ. പക്ഷേ കൂലി സിനിമയിലും ഒരു പ്രധാന വേഷത്തിൽ അമീർ ഖാനും വരുന്നുണ്ട്. പക്ഷേ വാർ 2-നകത്ത് തെലുങ്ക് സൂപ്പർ സ്റ്റാർ NTR ഉണ്ട്. ഇപ്പോൾ കൂലി കേരള തമിഴ്നാട്ടിലൊക്കെ നല്ല രീതിയിൽ തന്നെ ഓടാൻ ചാൻസ് ഉണ്ട്, നല്ല സിനിമയാണെങ്കിൽ മാത്രം. ഇപ്പോൾ വാർ സിനിമ NTR ഉള്ളത് കൊണ്ട് ആന്ധ്ര തെലുങ്കാനയിലേക്ക് അത്യാവശ്യം നല്ല രീതിയിൽ സ്ക്രീൻ പ്രസൻസ് കിട്ടാൻ ചാൻസ് ഉണ്ട്. കൂലി സിനിമ ഓവർസീയിലൊക്കെ നല്ല രീതിയിൽ തന്നെ ക്ലച്ച് പിടിക്കും. പക്ഷേ വാർ സിനിമ എല്ലാ IMAX തിയേറ്ററെല്ലാം പിടിച്ചിരിക്കുവാണ്. അതായത് ഒറ്റ IMAX തിയേറ്റർ പോലും കൂലി സിനിമയൊക്കെ പോകുന്ന കാര്യത്തിൽ നല്ല ഡൗട്ടാണ്. എന്തരാവോ എന്തോ. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ജസ്റ്റ് അടി കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തേക്കുക. പിന്നെ എൻ്റെ അപ്ഡേറ്റ് എല്ലാം ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.